നാരങ്ങയും ഈത്തപ്പഴമൊക്കെ വെച്ച് നല്ല അടിപൊളി അച്ചാർ, മധുരവും പുളിയും ഒക്കെ പാടുണ്ടാവും, അടിപൊളിയായിരിക്കും. ട്രൈ ചെയ്ത് നോക്കിയാലോ. ആദ്യം നമ്മൾ ചെറുനാരങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് സെറ്റായി വരണം. ഇനി നമ്മൾ ഈത്തപ്പഴം ആവശ്യത്തിന് എടുത്തിട്ട് അതും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളെ ഡേറ്റ്സൊക്കെ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് വരും. 1-2 മണിക്കൂർ അത് അങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമ്മൾ നല്ലെണ്ണയാണ് എടുത്തുള്ളത്. നല്ലെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇഞ്ചി കുനുകുനാന്നരിഞ്ഞ് ചേർത്തെടുത്ത് ഒന്നിങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക. ആ ഒരു പച്ചമണം ജസ്റ്റ് ഒന്ന് മാറുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിയും ചേർത്തതിന് ശേഷം ആ ഒരു ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചീനമുളക്, പച്ചമുളക് ആഡ് ചെയ്താലും കുഴപ്പമില്ല. നമ്മളതിൽ ചീനമുളക് ഉണ്ടാകുന്ന കാരണം കൊണ്ട് ചീനമുളക് ആഡ് ചെയ്തത്. എന്നിട്ട് അതിലേക്ക് കറിവേപ്പില, ഇതെല്ലാം കൂടെ ഒരുപാട് അങ്ങ് വഴന്നു പോവാത്ത തരത്തിൽ ഒന്നിങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇനി കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ കുറച്ചുകൂടെ കളറിന് അതും ആഡ് ചെയ്ത് കൊടുക്കുക. പൊടികളെല്ലാം ചേർത്തൊന്ന് മൂപ്പിച്ച് ഇങ്ങോട്ട് എടുക്കുക. അപ്പോഴേക്കാണ് കറണ്ട് പോയിട്ടുണ്ടാകുന്നത്. പിന്നെ നമ്മൾ ഫോണിൽ ലൈറ്റ് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാകുന്നത് കുറച്ച് നേരത്തിന്. ഇനി അതിൽ നമ്മൾ ആവശ്യത്തിന് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഉപ്പ് ചേർത്ത് വെച്ച നാരങ്ങയില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടായി വരുന്ന വരെ ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഇനി തുറന്നിട്ട് നമുക്ക് നേരത്തെ വിനാഗിരിയിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ഡേറ്റ്സ് ഇല്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരിയും കൂടെ നമ്മൾ വീണ്ടും ഇതിലേക്ക് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കുക. ആ സമയത്തേക്ക് നമുക്ക് കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴക്കാലം ആയിക്കഴിഞ്ഞാൽ പിന്നെ കറണ്ട് പോക്ക് സാധാരണ ആണല്ലോ അല്ലേ. ഓക്കെ, ബാക്ക് ടു അവർ അച്ചാർ. നമ്മൾ അച്ചാർ ഇനി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നാരങ്ങയിൽ നിന്നുള്ള നീരൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. പക്ഷെ ഒരുപാട് നീര് കാണില്ല. എന്താ വെച്ചാൽ ഡേറ്റ്സും കൂടെ ഉള്ള കാരണം കൊണ്ട് കുറച്ച് കട്ടിക്കാണ് ഇരിക്കുക. നമ്മൾ അച്ചാറിൻ്റെ കൺസിസ്റ്റൻസി ഒരു കട്ടിക്കായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഇനി നമ്മൾ ഏതാണ്ട് ഒരു 5 ദിവസം അച്ചാർ അങ്ങനെ പുറത്ത് വയ്ക്കണം. എന്നിട്ട് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. നല്ല അടിപൊളി അച്ചാർ സെറ്റാണ്. ട്രൈ ചെയ്യുക.